എവിടെ പോകുമായിരിക്കും? പരിഹാര പ്രദക്ഷിണത്തിനാ. ഞാനും അങ്ങോട്ട് തന്നെയാണ്. ഇനി ഏതായാലും നമുക്ക് ഒരുമിച്ച് പോകാമല്ലോ. അല്ല വർക്കിച്ച, ഒരു കാര്യം. എന്താ? എന്തുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത്? മലയാളത്തിലെ ദുഃഖവെള്ളി എന്നത് ഇംഗ്ലീഷിൽ സാഡ് ഫ്രൈഡേ, സോറോ ഫ്രൈഡേ എന്നല്ലേ വരേണ്ടത്? ശരിയാണ്. ചരിത്രപരമായി പറഞ്ഞാൽ പാശ്ചാത്യ രാജ്യങ്ങളിലാണ് ഗുഡ് ഫ്രൈഡേ ആദ്യമായി ആചരിച്ചു തുടങ്ങിയത്. ഗോഡ്സ് ഫ്രൈഡേ, അതായത് ദൈവത്തിൻ്റെ വെള്ളിയാഴ്ച എന്ന പേരിൽ നിന്നാണ് ഗുഡ് ഫ്രൈഡേ വന്നത് എന്നൊരു പാരമ്പര്യമുണ്ട്. പിന്നെ കുരിശിൽ യേശു സഹിച്ചത് പീഡകളാണെങ്കിലും അവയുടെ അനന്തരഫലം മാനവരാശിയുടെ മുഴുവൻ രക്ഷയായിരുന്നു എന്നർത്ഥത്തിലാണ് ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത് എന്ന് മറ്റൊരു പാരമ്പര്യവുമുണ്ട്. ഗുഡ് ഫ്രൈഡേ തന്നെ ഹോളി ഫ്രൈഡേ, ഗ്രേറ്റ് ഫ്രൈഡേ, ഈസ്റ്റർ ഫ്രൈഡേ എന്നിങ്ങനെ പല രാജ്യങ്ങളിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഗുഡ് ഫ്രൈഡേ തന്നെയാണ്. ഇനി മലയാളത്തിൽ അതേസമയം യേശുവിൻ്റെ പീഡകൾക്കും വേദനകൾക്കും യാതനകൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നു. പീഡാനുഭവത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് ഇവിടെ ദുഃഖ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ദുഃഖവെള്ളി എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നത്. ഇപ്പോൾ തിരിച്ചിട്ട് മനസ്സിലായോ? ഓ വർക്കിച്ച, ഏത് പേരിലായാലും ഈ പീഡകളും സഹനങ്ങളുമെല്ലാം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു എന്നതല്ലേ പ്രധാനം. അത് തന്നെ. എന്നാൽ നമുക്ക് വേഗം വഴിയിലോട്ട് പോകാം.